സാറേ, ഇസ്രയേലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഗസയിലുള്ള ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലായ്മ ചെയ്താൽ ഈ ഗസയെ നിയന്ത്രിക്കാനായിട്ട് ട്രംപ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു മുമ്പ്. പിന്നീട് കാലം മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഹമാസ് പ്രശ്നം ഉണ്ടാക്കി. ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ബന്ദികളെ വിട്ടുനിന്നാലും ഇല്ലെങ്കിലും ഇതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കൈവശം വെച്ചേക്കാം എന്ന് പറഞ്ഞാൽ ഗസ ഇനി ഉണ്ടാവില്ല, അതും ഇസ്രായേലായി മാറുന്നു. അങ്ങനെ അല്ല, ഗസ ഉണ്ടാകും. പക്ഷേ ഗസയ്ക്ക് സ്വന്തമായിട്ടൊരു മിലിറ്ററി ഉണ്ടാകില്ല, സ്വന്തമായിട്ടൊരു പോലീസ് സംവിധാനം ഉണ്ടാകില്ല. അവിടെ ഉള്ളവർക്ക് അവരുടെ റവന്യൂ സംവിധാനങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലായിരിക്കും. ഗസയിലുള്ള ജനങ്ങൾക്കും ബാക്കിയുള്ളവർക്കും സുഖമായിട്ട് അവിടെ കഴിഞ്ഞുകൂടുകയും ചെയ്യാം. ഇതാണ് അവസാനമായിട്ട് നെതന്യാഹു പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് ഇനി അവിടെ ഒരു ശത്രുവിനെ വളർത്തിയെടുത്തിട്ട് രക്തച്ചൊരിച്ചിലിന് വേണ്ടി നീങ്ങാൻ അവർ തയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഗസയ്ക്ക് അവിടെ ഇതെല്ലാം പാലസ്തീൻ്റെ ഇതാണ്, പാലസ്തീൻ അങ്ങനെ ചെയ്യണം, പാലസ്തീൻ ഇങ്ങനെ ചെയ്യണം, ഗസ ഇങ്ങനെ വേണം, ഗസ അങ്ങനെ വേണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു. പക്ഷേ ഇസ്രായേൽ ആ കാര്യത്തിൽ ആദ്യം മുതലെടുത്തൊരു നിലപാടുണ്ട്. കാരണം ഇനിയും ഞങ്ങൾ ഇങ്ങനെ ഇവരെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകാനായിട്ട് കഴിയില്ല. കാരണം ഇസ്രായേൽ അതിൻ്റെ മാപ്പ് നോക്കണം. ചുറ്റും കിടക്കുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളാണ്. ആ ഇസ്ലാമിക രാജ്യങ്ങൾക്കൊരു ചെറിയ സ്ഥലമായിട്ട് ഇസ്രായേൽ കിടക്കുകയാണ്. അതിനാണെങ്കിൽ ഇവരെന്താ പറയുന്നത്, ഇവരെന്താണ് പറയുന്നത്, സയണിസ്റ്റുകളെന്നാണ്. അതെ, സയനിസ്റ്റുകളാണ്. അപ്പോൾ ഈ സയനിസ്റ്റ് എന്ന വാക്ക് അവർ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കൊല്ലപ്പെടേണ്ടവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ഇസ്രായേൽ പൗരൻ എന്ന് പറഞ്ഞാൽ ഈ അറബ് ഇസ്ലാമിക ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വധിക്കപ്പെടാൻ അർഹനായിട്ടുള്ള ഒരുത്തനാണെന്നാണ്. അത് അവർക്ക് ജിഹാദ് നടത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണിത്. അതെ, അല്ല, അവർക്ക് വധിക്കപ്പെടേണ്ടവരാണ് അവർ. കാരണം സയനിസ്റ്റുകളാണ്. അതിനെന്തോ പ്രവാചകനുമായിട്ടൊക്കെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. പ്രവാചകനുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രവാചകൻ തീർക്കട്ടെ, അത് കഴിഞ്ഞില്ലേ. ഇത് മനുഷ്യരല്ലേ, മനുഷ്യരുടെ പ്രശ്നങ്ങളല്ലേ. പക്ഷെ അപ്പോൾ അത് വെച്ചിട്ട് ഇതിനെ ഒരു സയനിസ്റ്റ് കേന്ദ്രമാക്കി മുദ്ര കുത്തിയതിന് ശേഷം ഇതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവർ സ്വന്തമായി മിലിറ്ററിയും പോലീസും ബാക്കി സൗകര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും ശക്തരാവുകയും ആ ശക്തരാകുന്ന അവർ ഇസ്രായേലിനെതിരെ നീങ്ങുകയും ചെയ്യും. ആ സമയത്ത് ഒന്നുകിൽ ഇറാൻ സഹായിക്കും, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അവരെ സഹായിക്കും, ആയുധം കൊടുത്ത് സഹായിക്കും. ആയുധം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പഴയ രീതിയിലാകും. മറ്റേ കുഞ്ചൻ നമ്പ്യാർ പറയുന്നതിലാണ്, പൂഷകനാം ഞാൻ പൂഷകനിനുമേൽ, മൂഷികനാം നീ മൂഷികനിനുമേൽ, പൂഷകനാം ഞാൻ പൂഷകനിനുമേൽ, ഇനി നാം തമ്മിൽ കാണും നേരം കനിവും അതിലൊരു ശക്യവുമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവർ തമ്മിലുള്ളൊരു ബന്ധം. ഒരാൾ പൂഷകനും ഒരാൾ മൂഷികനുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു അവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടരുത് എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ തീരുമാനം അതാണ്. ഇനിയിപ്പോൾ ഇറാൻ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒതുങ്ങിക്കഴിഞ്ഞു. അതെ, ഇറാൻ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒതുങ്ങിക്കഴിഞ്ഞു. ബാക്കി ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇനിയിപ്പോൾ പാലസ്തീന് വേണ്ടി ഗസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പോയി ചോര ചിന്താനൊന്നും താല്പര്യവുമില്ല. സാർ, ഈ ഗസ നിവാസികൾക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഗസയിലെ ആളുകളെ ഹ്യൂമൻ ഷീൽഡാക്കി വെച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇസ്രായേൽ അങ്ങോട്ട് കയറി ആക്രമണം നടത്തുമ്പോൾ ഇവർ മാർക്കറ്റിലോ അതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളിലോ സ്കൂളിലോ ഒക്കെ പോയി വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിന് അവരെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലക്ഷ്യത്തിലേക്ക് വിടുമ്പോൾ പല നിരപരാധികളായ ആളുകളും കൊല്ലപ്പെടുന്നു. അപ്പോൾ ഈ ഗസ പറയുകയാണ്, ഈ ഹമാസിനെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടി, ഇനി ഒന്നുകിൽ നിങ്ങൾ സ്വയം പുറത്തു പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ തന്നെ നിലപാടെടുക്കും. ഈ ഒരു അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇറാനും സാർ പറഞ്ഞതുപോലെ ഒരു തകർച്ചയിലേക്ക് നേരിടുമ്പോൾ അവരുടെ സാമ്പത്തിക സൈനിക പിന്തുണ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന സംഘടന പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, ഹമാസ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഇനി ഹമാസ് ഉണ്ടാകില്ല. ഇന്ന് കാണുന്ന രൂപമുണ്ടല്ലോ, അതിലുണ്ടാകില്ല. പക്ഷെ അതിൽ കുറച്ച് പേര് തെറ്റിത്തെറിച്ചൊക്കെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ സിനിജി സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഇവർക്കെതിരാണ്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും വൈദ്യസഹായവും വിദ്യാഭ്യാസവും ഒക്കെ കിട്ടി നേരെ ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ ഹമാസിന് ഈ ജനങ്ങളോടൊരു താല്പര്യമില്ല, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല.
ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മാവോയിസ്റ്റുകൾ ആദിവാസികളെ ഉപയോഗിക്കുന്നത് പോലെയാണ്. മാവോയിസ്റ്റുകൾ ആദിവാസികളെ ഹ്യൂമൻ ഷീൽഡായിട്ടാണ് ഉപയോഗിക്കുന്നത്, ആദിവാസികളെ മുന്നിൽ നിർത്തുകയാണ്. അപ്പോൾ പോലീസിൻ്റെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലപ്പെടുന്നതും പരിക്ക് പറ്റുന്നതും ആദിവാസികൾക്കായിരിക്കും. ഇവന്മാർ പൊയ്ക്കളയും. എല്ലാ തീവ്രവാദ സംഘടനകളും ചെയ്യുന്ന ഈ ചട്ടത്തരമാണ് അവിടെ ഈ ഹൂത്തികളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം ഹമാസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ എന്തൊക്കെയായാലും ശരിയാണ്. ഇനി ഹമാസിൻ്റെ ഒരു തിരിച്ചുവരവ് ഗസയിൽ വേണ്ട എന്നുള്ള കാര്യമാണ് ഇസ്രായേൽ എടുത്തിരിക്കുന്ന തീരുമാനം. ശരിക്കും ഈ ഗസ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സ്വപ്നം. ഇപ്പോൾ നമുക്കറിയാം 2 നേഷൻ തിയറിയൊക്കെ വന്നത്, അതായത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വേണം. ഇസ്രായേൽ അതിനെ പൂർണ്ണമായിട്ടും പിന്തുണച്ചതുമാണ്, സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അത് പറ്റില്ല എന്ന് നിലപാടെടുത്തത് ഈ പലസ്തീനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഉൾപ്പെടെയുള്ളതാണ്. അപ്പോൾ ഈ ഭീകര സംഘടന എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പ്രോക്സികളാണ്, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി എല്ലാം തന്നെ. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഒരു വലിയ സാമ്പത്തിക അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ ഈ ഭീകര സംഘടനകളുടെ ഒന്നിനു പുറകെ ഒന്നായി തകർന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇസ്രായേൽ കടുത്ത ഒരു ആക്രമണം നടത്തിയാൽ സാർ പറഞ്ഞ പോലെ ഇവർ മറ്റൊരു രൂപത്തിലേക്ക്, അതായത് രൂപാന്തരം സംഭവിച്ച മറ്റൊരു ഭീകര സംഘടനയായിട്ട് മാറില്ലേ? അല്ല, അവർ ഞാനതല്ലേ പറഞ്ഞത്, അവർ വേറൊരു തരത്തിൽ വരും, അവർ പേര് മാറ്റും. ഒരു സംഘടന നിരോധിക്കപ്പെടുമ്പോൾ ഇന്ത്യയിൽ പേര് മാറ്റുന്നില്ലേ? സിമി മാറിയിട്ട് NDF വന്നു. സിമി മാറിയിട്ട് NDF വന്നു. അപ്പോൾ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാണ്. 6 കേട്ട് കഴിഞ്ഞാലും എന്തൊരു നല്ല സംഘടന എന്ന് തോന്നും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പോപ്പുലർ ഫ്രണ്ട് വന്നു. ഇതേ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് വന്നു. എല്ലാം ഇങ്ങനെയാണ് വരിക. അതെന്തിനാണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കണ്ണിൽ ഇതിടുന്ന എന്താണ്, ഈ പൊടിയിടുന്നതിന് വേണ്ടി നടത്തുന്നൊരു പരിപാടിയാണ്. അടിസ്ഥാന ആശയം അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ SDPIയിലൊക്കെ ചില ക്രിസ്ത്യാനികളും ചില ഹിന്ദുക്കളും ഒക്കെ നേതാക്കളായിട്ടുണ്ട്. അതെ അതെ അതെ. ഞാൻ കണ്ടത് എന്താ, NDFൽ ഒരിക്കൽ ഞാൻ ആലപ്പുഴ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് NDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു സ്വാമി അവതരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സ്വാമിയെ പിന്നെ കണ്ടിട്ടില്ല. അയാൾ കാഷായമൊക്കെ ധരിച്ച് രുദ്രാക്ഷമൊക്കെ ധരിച്ച് ഇയാൾ വരുന്നു, ഇയാൾ NDFൻ്റെ ആശയം പ്രചരിക്കുന്നു, പുള്ളി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. ആ മണ്ണന്തുരുത്ത്, അതാണ് അവിടെ ഒരു സ്ഥലമുണ്ട്, മുസ്ലിം ഒരു സെറ്റിൽമെൻറ്റ് ഏരിയ ഉണ്ട്, അവിടെ പോകുന്നു. അവിടെ ഞാൻ പ്രവർത്തനത്തിന് പോകുന്ന സമയത്ത് എന്നെ കൂകി വിളിക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. അത് നല്ല ജനാധിപത്യ ബോധമുള്ളതിൻ്റെ പേരിലാണ് എതിർ സ്ഥാനാർത്ഥി പോകുമ്പോൾ അയാളെ കൂക്കി വിളിച്ച് കളയാം എന്ന് തീരുമാനിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുന്നവരാണ് ഇവർ. ഇനി ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവർക്ക് എപ്പോഴും ഇവരുടെ ട്രേഡാണിത്. ഇവർ പഠിച്ചിരിക്കുന്ന ഒരു തൊഴിലെന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ്. തീവ്രവാദം ഒരു തൊഴിലായിട്ട് മാറുകയാണ്. പിന്നെ അവരെന്ത് ചെയ്യും? ഞാൻ അതേ പഠിച്ചിട്ടുള്ളൂ, പിന്നെ എനിക്ക് ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ എവിടെ പോയിട്ട് ജീവിക്കും? വേറെ ഒരു പണിയും അറിയില്ല, പഠിച്ചതേ പാടാൻ പറ്റുള്ളൂ. ഇത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതല്ലെങ്കിൽ വേറൊരു തരത്തിൽ വേണം. നിങ്ങൾ ഈ നക്സലൈറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ നക്സലൈറ്റുകൾ ഒരു സംഭവത്തിൽ നിന്ന് വിട്ടാലും അവൻ വേറൊരു നക്സലൈറ്റ് ഗ്രൂപ്പേ ഉണ്ടാക്കുള്ളൂ, അവൻ വേറൊന്നും ഉണ്ടാക്കില്ല. അവനതേ അറിയത്തുള്ളൂ. അവൻ ഒന്ന് മനുഷ്യരെ സംഘടിപ്പിക്കലല്ലോ നക്സലൈറ്റുകൾ. നക്സലൈറ്റുകൾ കാട്ടിലാണ്, കാട്ടിൽ പോയിട്ട് ഒരു മൃഗങ്ങളെയാണ് സംഘടിപ്പിക്കുന്നത്. ഇവരുടെ നേതാവായിട്ടുള്ള മാവോ പറഞ്ഞേക്കുന്നത്, രാഷ്ട്രീയക്കാർ വെള്ളത്തിലെ മീനിനെ പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടവരാണെന്നാണ്. മാവോവാദികളാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിലല്ല, കാട്ടിലാണ് പോയിരിക്കുന്നത്. പിന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, അത് കള്ളന്മാരാ. എന്നുവെച്ചാൽ കോളേജ് അധ്യാപകർ, ചില അഭിഭാഷകർ, ചില ബാങ്ക് ജീവനക്കാർ, വേറെ ചില ഉദ്യോഗസ്ഥർ, ഇങ്ങനെയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ അല്പത്തങ്ങളും ഒക്കെ ചെയ്യുകയും വേണം, ഒരു വിപ്ലവകാരിയുടെ ഇമേജും കിട്ടണം. ആ വിപ്ലവകാരിയുടെ ഇമേജ് കിട്ടാൻ, ചുളിവിൽ കിട്ടാനായിട്ടുള്ള മാർഗം ആംചെയർ വിപ്ലവകാരി ആയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇവർ പറയണതൊക്കെ ഇത് എല്ലാം തെറ്റാണ് എന്നുള്ള കാര്യം ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ശരിയല്ല, ഇത് ശരിയല്ല, മറ്റത് ശരിയല്ല, ഇതൊക്കെ നമുക്ക് മാറ്റിമറിച്ച് എല്ലാം ശരിയാക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവൻ ശരിയാക്കാനോട്ട് പോവുകയില്ല. നമ്മുടെ ആംചെയർ വിപ്ലവകാരികൾക്കെല്ലാം അതാണ് പ്രശ്നം. ഇവരാരും ഫീൽഡിൽ നിന്നിട്ട് ഒരു കാര്യം ചെയ്യുന്നവരല്ല, എല്ലാം നിർദ്ദേശം കൊടുക്കാനേ ഇല്ല. ഇവർ താത്വിക അവലോകനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ശങ്കരാടി പറയുന്നില്ലേ, താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, 2
ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ 1ഉം 2ഉം തമ്മിലൊരു വ്യത്യാസം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. കാരണം എന്നിട്ട് ബുദ്ധിജീവിയായിട്ട് ഇവരിയ്ക്കുകയും ചെയ്യും. ആ രീതിയിൽ എല്ലാ തീവ്രവാദി സംഘടനകളിലും ഉണ്ട്, ഹമാസിലും ഉണ്ട്, ഹൂത്തിയിലുണ്ട്, ഇവർക്കൊക്കെ ഉണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുമായിട്ടുള്ള ഒരു ഫ്രട്ടേണിറ്റി കാത്തു സൂക്ഷിക്കുന്നു എന്ന പേരിൽ ആരുണ്ട്? ഈ ഇറാനിലെയും ഒക്കെ സമ്പന്നരും ഉണ്ട് ഇതിനകത്ത്. എന്ന് മാത്രമല്ല, ഈ ഇസ്ലാമിക ടെറർ ഗ്രൂപ്പുകൾക്ക് സ്ഥിരമായി ധനസഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഇസ്ലാമിക സമ്പന്നരുണ്ട്, വലിയ ബിസിനസ്സും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ. അവർ സക്കാത്ത് കൊടുക്കേണ്ട ഒരു എമൗണ്ട്, അതായത് ഒരു എമൗണ്ട് കേടുന്നത് അല്ലാഹുവിന് വേണ്ടി കൊടുക്കുന്ന ഒരു എമൗണ്ട് അല്ലാഹുവിന് വേണ്ടി ഇവർക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചോളും എന്ന് കരുതിയിട്ട് അവർക്ക് കൊടുക്കണം. അവർ ജിഹാദ് നടത്തിക്കോളും, അവർ കൊലപാതകം നടത്തിക്കോളും, അവരിതൊക്കെ ചെയ്തോളും. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കേണ്ടി വരും. നമ്മുടെ ജീവിതം സ്വസ്ഥമായിട്ടിരിക്കുകയും അവരത് പോവുകയും ചെയ്യുകയും വേണം എന്നുള്ളത് കൊണ്ടും ഇവർ പരസ്യമായിട്ട് ഇവരെല്ലാം മാന്യന്മാരായിരിക്കും, ഇവരെല്ലാം ആക്സെപ്റ്റബിളാണ്. അങ്ങനെയുള്ളത് നമ്മുടെ ഈ ആ കൂട്ടത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിലെ ഈ സാഹിത്യകാരന്മാരാണല്ലോ വിപ്ലവകാരികളായും നക്സലൈറ്റുകളുമായത്. സാഹിത്യകാരനെയൊക്കെ വെച്ചുകൊണ്ട് വിപ്ലവം നടത്താൻ പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു. വല്ലതും നടക്കുക? കാരണം ഒരു കാര്യവും നടക്കില്ല. സാഹിത്യകാരനെ NGO ഒക്കെയാണ്. NGOകളാണെന്നുണ്ടെങ്കിൽ ഒരു DA പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിപ്ലവം അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത വരാമെന്ന് പറയും. സാഹിത്യകാരനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അവാർഡിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വിപ്ലവകാരിയായിട്ട് ഇരുന്നു കൊണ്ട് ഈ യഥാർത്ഥത്തിലുള്ള പാവങ്ങളെ പറ്റിക്കുന്നത് പോലെ ഈ ഹമാസിൻ്റെ അടുത്ത് ഇരിക്കുന്നവരും ഉണ്ട്, ഹൂത്തികൾക്കിടയിൽ ഇരിക്കുന്നവരും ഉണ്ട്. അവരൊക്കെ ഇറാനിലെ വലിയ സേഫായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ പോയി തട്ടെന്നാ പറയണം, ഗംഭീരം ഇരുന്നെന്ന് പറയും. ചുരുക്കം പറഞ്ഞാൽ ഈ ഗാസയുടെ നിലനിൽപ്പ് ഇനി വലിയ കാലതാമസം അല്ല, ഗാസ ഇന്ന് കാണുന്ന രീതിയിൽ ഗാസ ഉണ്ടാകില്ല. ഇന്ന് കാണുന്ന രീതിയിൽ ഈ ഹൂത്തിയും ഉണ്ടാകില്ല, ഹമാസും ഉണ്ടാകില്ല. അത് വേറൊരു രൂപത്തിൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവർക്കൊക്കെ കാശ് കൊടുക്കാൻ കുറേ പേരുണ്ടാകും. അവർ കാശ് കൊടുക്കുക, ഇവർക്ക് ഇതേ അറിയാൻ പാടുള്ളൂ. ഈ പിരിഞ്ഞു പോകുന്ന പട്ടാളക്കാരുടെ ജീവിതം ഉണ്ടല്ലോ, പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നാൽ പിന്നെ അവൻ എന്തു ചെയ്യും? അവന് അതിനല്ലേ ട്രെയിനിങ് കിട്ടിയേക്കണം. അപ്പോൾ ഈ പട്ടാള യുദ്ധം അവസാനിച്ച് 1ഉം 2ഉം ലോക മഹായുദ്ധകാലത്ത് ലോകത്തിൽ വലിയ പ്രശ്നമായിരുന്നത് മറ്റേ എന്താണ് ഈ റാംബോ സിനിമകൾ. ഇതുപോലെ അവൻ പട്ടാളത്തിൽ നിന്ന് വന്നാണ്. അവനപ്പോൾ ഒരു സ്പേസ് കിട്ടില്ല ഇവിടെ. അതെ, കാരണം വേറൊരു തരത്തിൽ സൊസൈറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവൻ വരുമ്പോൾ ഇവനൊന്നും പറ്റില്ല. ഇവനാകെ അറിയാവുന്നത് ഇത്തരത്തിലുള്ള ഒളിപ്പോരും കിളിപ്പോരും ഒക്കെയാണ്. അപ്പോൾ അവനതിലേക്ക് വഴുതി വീണും അവനെ ശരിപ്പെടുത്താൻ വേണ്ടി ഇവർ മർദ്ദിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെയൊക്കെ സംഭവിക്കും. എന്തായാലും അമേരിക്ക ഞെട്ടിച്ചുകൊണ്ട് ഗാസ രൂപം മാറി നമുക്ക് കാണാം അല്ലേ? അതെ, തീർച്ചയായിട്ടും സംഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.